സാധാരണ ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യാറ്. ദാരിദ്ര്യം പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യാറ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊന്നല്ല, ഇന്നിപ്പോൾ ദാരിദ്ര്യം പറയാനോ കാണിക്കാനോ എന്നല്ല, ഇന്നിവിടെ ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ സംഭവമാണ് നമ്മളെപ്പോഴും ഞാൻ ആഗ്രഹിക്കുമ്പോൾ എപ്പോഴും നമുക്കിത് കിട്ടാത്തത്. ഇത് തൈരാണ്. അപ്പോൾ ഈ തൈര് ഇത് പഴങ്കഞ്ഞിയാണ്. അതിലിതെങ്ങനെ ഒഴിക്കുക, കുറച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഈ തൈര് ഇങ്ങനെ അതിലേക്ക് ഞെരുക. പച്ചമുളക്, കാന്താരി മുളക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സൂപ്പറായിരിക്കും. പക്ഷെ ഇവിടെ കാന്താരി ഇല്ല. വീണ്ടും ദാരിദ്ര്യം പറഞ്ഞു എന്ന് പറയരുത്. സാധനം ഇവിടെ ഇല്ലാത്ത കാരണം കൊണ്ടാണ്. എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ പൈസ കൊടുത്തിട്ട് മേടിക്കും. ദാരിദ്ര്യമല്ല കേട്ടാ. ഇനി ഇവിടുത്തെ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ അടുത്തുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്ക്. പയറുപ്പേരി എന്താ എങ്ങനെയായി എന്ന് പറഞ്ഞാൽ ലേശം വേവ് കൂടി, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഉരുളക്കിഴങ്ങ് ഇട്ടുണ്ട് വാവുട്ടിയിൽ. പിന്നെതാ സി ഡി ആവോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന ചവിട്ടി എന്നൊക്കെ ചിലയിടത്ത് പറയും. അത് ചെറിയ പീസായിട്ട് കഷ്ണമായിട്ട് നല്ല ഇറച്ചിയുള്ളതാണ്. അധികം മുള്ളൊന്നുമില്ല, മുള്ളില്ലാത്തൊരു മീനാണ് ആവോലി. പിന്നെതാ നല്ല കുഞ്ഞം മത്തി കറി ഇന്നിപ്പം ഉണ്ടാക്കിയതാണ്. ബാക്കി മീൻ വറുത്തത് ഇന്നലത്തെയാണ്. പയറുപ്പേര് ഇന്നത്തെയാണ്. വെള്ളച്ചോറ് ഇതിങ്ങനെ വായിൽ വെച്ച് ഇതിങ്ങനെ അടുത്ത് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. വായിൽ ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കും. വെള്ളച്ചോറ് ഇന്നലത്തെയാണ്. തൈര് പിന്നെ എപ്പോഴത്തേന്ന് അറിയില്ല. അപ്പോൾ ഇന്ന് ദാരിദ്ര്യം ഇല്ല കേട്ടോ. ഒന്ന് മറ്റേ എന്താ പറയാ, അത് ആർഭാടായിട്ടില്ല. നമുക്ക് ആഗ്രഹമുള്ളവർക്ക് അടുത്ത് കിട്ടിയെന്നുള്ളതിന്റെ ഒരു സന്തോഷമാണ്. അപ്പൊ ആ സന്തോഷ വീഡിയോ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാണ്ട് ഇനി അധികം നേരം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഒരു വായിൽ നിന്ന് തിന്നിട്ട് സംസാരിക്കാം. മത്തി ഇത് ഇങ്ങനെ എടുക്കണം. ഈ കുഞ്ഞുമത്തിക്ക് ഒരു പ്രത്യേകത ഉള്ളതാ. അരെ വാ, ഒന്നും പറയാനില്ല. ഇത് എന്തത്, ഇങ്ങനെയൊക്കെയല്ലേ ആഘോഷിക്കേണ്ടത് ജീവിതം. പയറുപ്പേരി എല്ലാം എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. എത്ര പേര് അത് കണ്ടിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്ത് കഴിക്കുകയാണെങ്കിലും ഞാൻ ഇതെങ്ങനെ കഴിക്കില്ല. ഇങ്ങനെ എടുത്തിട്ട് ഓരോന്നായിട്ട് കഴിക്കില്ല. കഴിക്കുമ്പോൾ വായല് നമ്മളെ വയറിനും വായക്കും മനസ്സിനും രുചി അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ വായിലെ എല്ലാ ഭാഗങ്ങളിലും എത്തണം. അപ്പോഴാണ് അതിൻ്റെ രുചി കിട്ടുക. എന്നിട്ട് പയറുപ്പേരി ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ആവോലി ആണെങ്കിലും ഇങ്ങനെ എടുക്കണം. ഇതൊക്കെ അല്ലേ ജീവിതം. ഇതൊക്കെ തന്നെ ആഗ്രഹിക്കുന്നുള്ളൂ എപ്പോഴും. മന്തി പാവകുട്ടി അടിപൊളിയാണിത്.